ദീനിന്റെ തൂണിൽ പെട്ടതാ നിസ്കാരം. ഈമാൻ കഴിഞ്ഞാൽ പിന്നിതാ വിസ്താരം. വിജയം അതിൽ ഉണ്ടെന്ന് വന്നാൽ പിന്നെ നിറതുള്ളതാ മറ്റുള്ളതെല്ലാം തന്നെ. ജസദിന്റെ അമലിൽ നിന്നിതാണ് ഏറ്റവും. ഷഹാദത്തൈനി കഴിഞ്ഞ് പിന്നെ മഹത്വവും. ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ലേ പൊന്നേ. ജനദൃഷ്ടിയിൽ മതിപ്പുള്ളതായി ഗണിക്കപ്പെടും. മതദൃഷ്ടിയിൽ അവൻ ഹീനനായി തള്ളപ്പെടും. അവൻ നാളെ ഫിർഔനോട് കൂടി വരുന്നതാ. ഹാമാനും അവനോടൊപ്പമായി കാണുന്നതാ. അവൻ ദിൻ പൊടിച്ചവനായി ഹദീസിൽ വന്നതാ. റബ്ബിന്റെ കോപം അവന്റെ മേൽ ചൊരിയുന്നതാ. വൈലും അവർക്കാണെന്ന് ഖുർആൻ വന്നതാ. സൂറത്ത് മാഊൻ നോക്കിയാൽ കാണുന്നതാ. അത് നരകവാസികൾക്കുള്ള ചീഞ്ചലമൊക്കെയും ഒഴുകുന്ന സ്ഥലമാണെന്ന് സുഫിയാൻ സൗവിയും. അതികഠിനമായൊരു ശിക്ഷയാ വൈലെന്ന ഖൗൽ ഇബ്നു അബ്ബാസും പറഞ്ഞതു തന്നെ. ഇതുപോലെ വൈലുൽ കൊണ്ട ആയത്തും ഒരാൾ കേൾക്കുന്നു എന്നാൽ പറയണം ഉടൻ തന്നെയാൾ. പുറത്തില്ല എങ്കിൽ എനിക്ക് വൈലി എന്ത്. അതുമാത്രമല്ലത് സുന്നത്തായി പറയുന്നേ. നുബുവത്തിനും 10 വർഷം 3 മാസം കഴിഞ്ഞതിൽ പിന്നെ ഫറളായി വന്നേ. അത് റജബ് മാസത്തിലാണ് മിഅ്റാജിന്ന 27-ാം രാവിലാണതുമെന്ന. അസുബ്ഹ ആദ്യം നിസ്കരിച്ചത് ആദമാ. ശുക്രിന് വേണ്ടിയിട്ടാണതെന്ന് പ്രസിദ്ധമാ. ദുഹറാദ്യം ഇബ്രാഹിം നബിയാണെന്ന. ദാവൂദ് നബിയെന്നും ജൈലിനി തന്ന. അസ്രാദ്യമായി നബി യൂനുസാണെന്നുണ്ട്. അത് നബി സുലൈമാൻ എന്ന് വേറെയുമുണ്ട്. യാക്കൂബ് നബി എന്നുണ്ട് ആദ്യം മഗ്രിബിൽ. റൂഹുൽ ഈസ എന്നുമുണ്ടൊരു ഖൗലതിൽ. ഈസ നിസ്കരിച്ചത് ആദ്യമായി നബി യൂനുസ. ഒരു ഖൗലിൽ അവരല്ലാദ്യമായി നബി മൂസ. നമുക്കുള്ള നബിക്കല്ലാതി തഞ്ചും ഒത്തതായി മറ്റാർക്കുമില്ലെന്ന ഹദീസിൽ വ്യക്തമായി. ഇത് സമയമായാൽ നിസ്കരിക്കൽ ലാസിമാ. അല്ലാത്ത പക്ഷം കരുതലും നിർബന്ധമാ.